വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 22, 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. പുതിയ ഉടമ്പടി. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു. അവനോടൊപ്പം അപ്പോസ്തലന്മാരും. അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിനു മുൻപ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കയില്ല. അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിനു ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. എന്നാൽ ഇതാ, എന്നെ ഒറ്റിക്കൊടുക്കുന്നവന്റെ കൈ എന്റെ അടുത്ത് മേശയിൽ തന്നെയുണ്ട്. നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു. എന്നാൽ അവനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന് ദുരിതം. തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാനിരിക്കുന്നതെന്ന് അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി. പുതിയതായൊരു ഉടമ്പടി ബന്ധം. പെസഹ ദിനാചരണത്തിനുള്ള സമയം വന്നെത്തി. മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന പെസഹ ഭക്ഷണം കഴിക്കുന്നതിനായി യേശു ശിഷ്യന്മാരോടൊത്ത് പന്തിയിൽ അഗതരായി. യേശു ആമുഖമായിട്ട് ശിഷ്യന്മാരോടായിട്ട് പറയുന്നു, ഞാൻ എന്റെ പീഡാനുഭവ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പെസഹ നിങ്ങളോടൊത്ത് ഭക്ഷിക്കാൻ അതിയായി ആഗ്രഹിച്ചിരുന്നതാണ്. ആ സമയം ഇതാ സമാഗതമായിരിക്കുന്നു. നിർണായകമായ ഈ പെസഹ ഭക്ഷണവേളയിൽ വെച്ച് ഞാൻ നിങ്ങളുമായി ഒരു പുതിയ ഉടമ്പടിയിൽ ഏർപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. മുമ്പ് ദൈവം നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുമായി ഉടമ്പടി ബന്ധത്തിൽ മോശയുടെ മാധ്യസ്ഥത്താൽ കൽപ്പനകൾ നൽകിക്കൊണ്ട് നടത്തിയതുപോലെ ഒരു ഉടമ്പടിയല്ല ഇത്. ഈ പുതിയ ഉടമ്പടി ഞാൻ എന്റെ ശരീരവും രക്തവും നിങ്ങൾക്കായിട്ട് അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ജീവസുറ്റ ജീവചൈതന്യം പകരുന്ന ഒരു ഉടമ്പടിയാണ്. ഈ ഉടമ്പടി ബന്ധം സ്ഥാപിക്കുന്നതിന്റെ ആധാരമായിട്ട് യേശു തുടർന്ന് അവിടെ ഒരുക്കിയിരുന്ന അപ്പം കൈകളിലേന്തി പ്രാർത്ഥനാനിർഭരമായ രീതിയിൽ നിമിഷങ്ങൾ കഴിച്ച് അത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്കായിട്ട് കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ ഇതിൽ നിന്ന് എടുത്ത് ഭക്ഷിക്കുക. ഇത് എന്റെ ശരീരമാകുന്നു. പുതിയ ഉടമ്പടിയുടെ ആചാരമാണിത്. തുടർന്ന് പാനപാത്രം എടുത്ത് ആശീർവദിച്ച് അവർക്കായിട്ട് പാനം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. യേശു പറയുന്നു, ഇത് എന്റെ രക്തമാണ്. പുതിയ ഉടമ്പടിയുടെ ആചാരത്തിന്റെ പ്രതീകമാണിത്. ഇത് നിങ്ങൾ പാനം ചെയ്യുക. ഇങ്ങനെ പുതിയൊരു ഉടമ്പടി ശിഷ്യന്മാരുമായിട്ടും പുതിയ ഇസ്രായേൽ ജനം മുഴുവനുമായിട്ടും യേശു അവിടെ വെച്ച് നടത്തുകയാണ്. തുടർന്ന് പറയുന്നു, ഇത് ഈ മണ്ണിലെ എന്റെ അവസാനത്തെ പെസഹ ഭക്ഷണമായിരിക്കും. എന്നെ ഒറ്റുകൊടുക്കാനിരിക്കുന്നവൻ ഇതാ എന്റെ അടുത്ത് തന്നെയുണ്ട് എന്ന് യേശു പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് അതൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് വേണം വിചാരിക്കാൻ. ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാ ആരാണ് ഈ ചെയ്യുന്നത് എന്ന ഒരു അന്വേഷണത്തിലായി. യൂദാസ് എല്ലാം കേട്ടും എല്ലാം ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ടും യേശുവിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. യേശു തുടർന്ന് പറയുന്നു, ഈ വഞ്ചന എന്നോട് കാണിക്കുന്നവന് ജീവിതത്തിൽ ദുരന്തപൂർണമായിട്ടുള്ള അനുഭവമായിരിക്കും എന്നുപോലും യേശു മുൻസൂചന നൽകിയിട്ട് ആ യൂദാസിന്റെ മനസ്സിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നതായിട്ട് നാം കാണുന്നില്ല.